ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ലിജൻസ് ഫീൽഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഒരു പുതിയ ട്രിപ്പാണ്, ഒരു വൺ ഡേ ട്രിപ്പാണ്. നേരെ ഇപ്പം ഏകദേശം 6:30 ആയിരിക്കുകയാണ്. നമ്മൾ പോകുന്ന ഇലവീഴ പൂഞ്ചിറയിലോട്ടാണ്. അപ്പം രാത്രിയിൽ പോകുന്നതിന്റെ മെയിൻ കാരണം അമ്പാടിയുണ്ട്. അമ്പാടിക്കും സാഗറിനും ജോലിയുള്ളതുകൊണ്ട് വൈകുന്നേരം വരാൻ പറ്റത്തില്ലായിരുന്നു. ഒരു വണ്ടി ഓൾറെഡി മുന്നിൽ പോയിട്ടുണ്ട്. ഏകദേശം 4 മണിയൊക്കെ ആയപ്പോഴും അവർ പോയി. അവരിപ്പോൾ ഏകദേശം എത്താറായിട്ടുണ്ട് അവിടെ. അപ്പോൾ നമുക്ക് സൂര്യ അസ്തമനം കാണാൻ പറ്റത്തില്ല, നാളത്തെ ഉദയം കാണാൻ പറ്റും. എന്തായാലും ഇലവീഴ പൂഞ്ചിറയും അവിടുത്തെ വിശേഷങ്ങളും യാത്രാ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് പോയിട്ട് വരാം. ഏകദേശം അരമണിക്കൂർ കാത്തിരിപ്പിന് ശേഷം ഫുഡ് എത്തിയിരിക്കുകയാണ്. 30 പൊറോട്ട, 1/2 കിലോ ചിക്കൻ 65, 9 മുട്ടക്കറി, പിന്നെ കുറേ സാമ്പാറും വെള്ളമൊക്കെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ അത്താഴം ഫുഡ് താഴെ രാത്രിയായതുകൊണ്ട് വലിയ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല. എന്നാലും നല്ല റോഡാണ്, ഫുൾ ടാർ, നല്ല നീറ്റ് ടാറിങ് ആണ്. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വണ്ടി ഓടിച്ച് ഇവിടെ വരാൻ സാധിക്കും. അപ്പം രാവിലെ ആയാൽ മാത്രം ഈ റൂട്ട് എങ്ങനെയാണ്, ഇവിടുത്തെ കാഴ്ചകൾ എന്താണ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ വ്യൂ പോയിന്റിലോട്ട് ഹിൽ ടോപ്പിൽ വ്യൂ പോയിന്റിലോട്ട് പോകുമ്പോൾ ഓഫ് റോഡ് എന്തായാലും കയറണം. ജീപ്പിൽ പോകേണ്ടി വരും മിക്കവാറും. നമ്മൾ അല്ലെന്നുണ്ടെങ്കിൽ 2 വീലർ ആണെങ്കിൽ നമുക്ക് ഓടിച്ചു പോകായിരുന്നു. പക്ഷേ അവിടുന്ന് ജീപ്പ് എടുക്കേണ്ടി വരും മിക്കവാറും ആ ഹിൽ ടോപ്പിലോട്ട് പോകാൻ, അല്ലെങ്കിൽ നടന്ന് കയറി പോകേണ്ടി വരും. ഇവിടെ നല്ല കയറ്റമാണ്. നമ്മൾ ടേണിങ് ഓക്കെ, അതാണ് ടേണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ സ്റ്റിയറിംഗ് പിടിച്ച് കയറണം കേട്ടോ. ഇതിനേക്കാളും ടേൺ ഉള്ള ഒരു ഹെയർ പിൻ ലെവൽ ഉള്ള വളവുകളുണ്ടായിരുന്നു. ഇവിടെ ഒരു മാനും മാഞ്ചാടില്ല. അപ്പം നമ്മളങ്ങനെ രാത്രിയിൽ ഇലവീഴ പൂഞ്ചിറയിൽ റിസോർട്ടിലോട്ട് എത്തിയിരിക്കുകയാണ്. സാർജി ഉറക്കം വരെ എത്ര നേരം എഴുന്നേറ്റിട്ടുണ്ട്. ഒന്നുമില്ല. നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാണ്. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഏകദേശം 2 വണ്ടി, നമ്മളുടെ മറ്റേ 2 വണ്ടികൾ, 2 ഒരു വണ്ടി ഇവിടെ ഉണ്ട് താനും ഓൾറെഡി. നമ്മുടെ ഒരു വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ഇത് വേറെ വണ്ടിയാണ്. റിസോർട്ടിലോട്ട് പോകണമെങ്കിൽ കാടാണ്, കാട് കയറി വേണം പോകാൻ. കാടെന്നല്ല, ഒരു പുൽമേടാണ് അത്, പുൽമേടാണ്. ഇവിടെ വല്ലതും കാണാം. അവിടെ ഒരു കുണ്ണാകം കാണത്തില്ല. വേണ്ട, അനന്തമുണ്ട്, സാർജിയുണ്ട്. സാർജി ഉറക്കമായിരുന്നു, ഉറക്കത്തിന്റെ മൂഡിലാണ്. നമ്മളിനി റിസോർട്ടിലോട്ട് നടന്നു പോകണം. റിസോർട്ടിലോട്ട് പോകുന്ന വഴി കാണിച്ചു തരാം മാപ്പിൽ. റിസോർട്ടിലോട്ട് ഇനി 3 മിനിറ്റ് കൂടി നടക്കാണ്ട്, 270 മിനിറ്റ് മാപ്പോട്ട്. അപ്പം നമ്മൾ ഇനി റിസോർട്ടിൽ ചെന്നിട്ട് കാണാം. അപ്പം നമ്മളങ്ങനെ മുകളിൽ എത്തിയിരിക്കുകയാണ്. ഇതായിരുന്നു നമ്മുടെ മുന്നിൽ പോയ വണ്ടികൾ. എന്തിനാണ് മുന്നിൽ വന്നതെന്ന് മാത്രം നമുക്ക് അറിയത്തില്ല. മുമ്പ് എന്തിനാണ് നേരത്തെ വന്നത് മാത്രം അറിയത്തില്ല. ഫുഡ് വെള്ളം ഇതെല്ലാം ഇപ്പം നമ്മളാണ് കൊണ്ടുവന്നത്. നല്ല ഇരിക്കാൻ പറ്റിയ, എവിടെ ഇരിക്കാൻ പറ്റും, വ്യൂ സ്ഥലമൊക്കെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഈ രാത്രിയില് വണ്ടി ഹാൻഡ് ബ്രേക്ക് ഇട്ടായിരുന്നോ? നമ്മുടെ ഇലവീഴ പൂഞ്ചിറയിലെ റിസോർട്ടിന്റെ ഹട്ടാണ്. മുളകളെ കൊണ്ട് നിർമ്മിച്ച ചെറിയ ഹട്ട്. ഉൾവശമൊക്കെയാണ് വളരെ മനോഹരമാണ്. മനോഹരമെന്നല്ല, ഒരു ഫൈബർ ഷീറ്റില്ലേ, ഏറ്റവും ലോ ലെവലുള്ള ഫൈബർ ഷീറ്റൊക്കെ വെച്ച് വളരെ കോസ്റ്റ്ലി കുറച്ചാണ് ഇവരുണ്ടാക്കിയിരിക്കുന്നത്. ഇവിടോട്ട് വന്നു പിന്നാക്കി കാണത്തില്ല. ഇത് ഫുഡ് കഴിക്കാനുള്ള ഡൈനിങ് ഏരിയ. 2 റൂമാണുള്ളത്, ഒന്ന് ഇവിടെ, ഒന്ന് കണ്ട അവിടെ. റൂമിൻ്റെ അവസ്ഥ കാണിച്ചു തരാം. ഇതാണ് റൂമിൻ്റെ അവസ്ഥ. ഇത് ഫൈബർ ഷീറ്റാണ്, നമ്മൾ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ അടിക്കുന്ന ടൈപ്പ് ഷീറ്റാണ്. ടോപ്പ് ഇതാണ്. ഇതിൻ്റെ മുകളിൽ പുല്ല് മേഞ്ഞേക്കാണ്. ഇതിൻ്റെ ബാക്കിയുള്ളതെന്ന് പറയുന്നത് മുളയാണ്. മുള വെളിയിൽ നിന്ന് കണ്ടല്ലോ, മുളയാണ്. S23 അൾട്രയിൽ നൈറ്റ് മോഡിൽ ഒരു ഫോട്ടോ എടുക്കുകയാണ്. പക്ക ഇരുട്ടാണ്.
നിൽക്കുന്ന ശശിനെ പോലും നമുക്ക് കാണാൻ പറ്റില്ല. സോറി, നോക്ക് അമ്പാടിയാണ് ഇരിക്കുന്നത്. ഹോൾഡ് ചെയ്താൽ മതി. ഇനി എടുത്തേ. അമ്പാടി ആണെങ്കിൽ അമ്പാടിയാണെങ്കിൽ ആ വീഡിയോ കണ്ട് ഫോട്ടോകൾ കണ്ടാണ് അനങ്ങിയെങ്കിലും സൈലോട്ട് ആക്കിയാൽ മതി. അണ്ണാ നേരെ പിടിച്ചു. ഓക്കെ. അമ്പാടി ഹട്ടിലോട്ട് നോക്കി അവിടെ അമ്പാടി നിൽപ്പുണ്ട്. ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങള്. ഇവൻ തലയിരിച്ചു അങ്ങനെ ആക്കിയതാ. മുടിഞ്ഞ സാധനം കേട്ടോ. ഞാൻ രാത്രി എങ്ങാണ്ട് ഇവിടെ പോയി നിൽക്കുന്നു. രാവിലെ ഇത്ര ഇരുട്ടിട്ട് S23 അൾട്രയിൽ എടുത്തൊരു വീഡിയോ ആണ്. ഫോട്ടോയാണ്. ഇത്ര ഇരുട്ട് നിങ്ങളെ കാണിച്ചാണ്. ഇതാണ് ഇരുട്ട് കണ്ടോ. ശരിയാണ്. സൂര്യൻ അപ്പൊ ഉദിച്ചു വരുന്നുള്ളായിരുന്നു ഗൈസ്. നമ്മൾ നേരത്തെ തന്നെ ആയിരുന്നു ഇരുന്നേറ്റെ. സൂര്യന്റെ കിരണങ്ങൾ നമ്മളിൽ പതിക്കാൻ പോകുന്നതേ ഉള്ളു. നമ്മൾ നേരത്തെ നമ്മൾ ആടാ സൂര്യൻ അവിടെ ഉദിച്ചു വരുന്നുണ്ട്. നമ്മുടെ സാഗർ കിടന്ന് ഉറങ്ങിയാണ്. പറ്റില്ല. അനൂപ് ഡ്രോൺ കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് ചില ഉയരത്തിൽ നിന്നുകൊണ്ട് താഴ്വരയുടെയും ഇലവീഴ പൂഞ്ചയുടെയൊക്കെ വീഡിയോസ് കാണാൻ സാധിക്കും. നമ്മൾ നൈറ്റ് സ്റ്റേ ചെയ്തത് ഇവിടെയാണ്. അതിന്റെ ബാക്കിലായിട്ട് കാണുന്ന ആ മലയാണ് ഇലവീഴ പൂഞ്ചിറ. ഹിൽ ടോപ്പിലോട്ട് നടന്നു പോകേണ്ടത് അതുവഴിയാണ്. അപ്പോൾ ഈ വ്യൂ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ വെളുപ്പിനെ ഇവിടെ ഉണ്ടായിരിക്കണം. ഇവിടെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്തേ പറ്റത്തുള്ളൂ. നമ്മൾ നിൽക്കുന്നത് ഇലവീഴ പൂഞ്ചിറ റിസോർട്ടിലാണ്. അവരുടെ ഹട്ടാണിത്. ഞങ്ങൾ 7 പേരോളം ഉണ്ട്. 7 പേർക്ക് നല്ല സുഖമായിട്ട് 10 പേർക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുന്ന രീതിയിലാണ് 2 റൂം, ചെറിയൊരു ഡൈനിങ് റൂം, 2 ടോയ്ലറ്റ്. അതിമനോഹരമായ കാഴ്ചകളൊക്കെ ആസ്വദിക്കണമെങ്കിൽ നമ്മൾ തലേന്നേ വന്ന് സ്റ്റേ ചെയ്ത് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വളരെ മനോഹരമായ സൂര്യോദയമൊക്കെ കണ്ട് താഴ്വരയിലെ ഈ മഞ്ഞൊക്കെ മൂടി നിൽക്കുന്ന കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് പോകാം. നല്ല തണുപ്പായിരുന്നു. അതുകൊണ്ട് നമ്മൾ കുളിക്കാനൊന്നുമില്ല. മുഖമെല്ലാം കഴുകി പല്ല് തേച്ചിറങ്ങി. അപ്പോൾ എല്ലാവരും എഴുന്നേറ്റു. കണ്ട കുറേ 2-3 അവിടെ ചെറിയൊരു ഹട്ടുണ്ട്. അങ്ങോട്ട് പോയേക്കാണ്. അവിടെ ചെറിയൊരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ പോയിട്ട് വരാം. ഇവിടെ കിട്ടു വ്യൂ ആണ് കേട്ടോ. നമ്മുടെ റൂമിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ അന്യ വ്യൂ ആണ്. മുകളിലോട്ട് പോകുന്നതോറും അപ്പം വ്യൂ കിട്ടുമായിരിക്കും. വാവോ, ഓൾറെഡി നമ്മൾ ഇവിടുത്തെ ഡ്രോൺ ഷോട്ടൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ ഇലവീഴ പൂഞ്ചിറ വ്യൂ പോയിന്റിലോട്ട് നടന്നു പോവുകയാണ്. ജീപ്പ് വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ഒരു ചെറിയ കടകളുണ്ട്. കടലിൽ പോയിട്ട് ചായയും കുടിച്ചിട്ട് തുറന്നിട്ടുണ്ടോ എന്തോ എല്ലാം നന്നായി പട്ടിണിയാ. നമ്മളങ്ങനെ നടന്ന് കയറാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഓൾറെഡി ഒരുപാട് യാത്രക്കാർ സഞ്ചാരികളോട് വന്നിട്ടുണ്ട്. അവിടെ നിന്ന് താഴെ നിന്നാണ് വരുന്നത്, മെയിൻ റോഡ്. നമ്മളെ വണ്ടി അവിടെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ തന്നെ ഒരു ചെറിയൊരു കടയുണ്ട്. ഇവിടെ ചായയും കുടിച്ചിട്ട് നമ്മൾ മേളോട്ട് കയറാം. മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത്, അന്യവാഹനങ്ങൾക്ക് പ്രവേശനമില്ല. ചെറിയൊരു ഓഫ് റോഡാണ് ഇവിടെ.
ഇവിടുന്ന് മുകളിലോട്ട് ഈ ജീപ്പിൽ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ, അല്ലാതെ നടന്ന് കയറി പോകണം. അല്ലാതെ അന്യ വാഹനങ്ങളൊന്നും മുകളിലോട്ട് കടത്തി വിടില്ല എന്നാണ് പറയുന്നത്. നമ്മൾ വണ്ടിയായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ വണ്ടി താഴെ കൊണ്ട് നിർത്തണം. നമ്മളങ്ങനെ ഇലവീഴ പൂഞ്ചിലൂടെ നടന്ന് കയറുകയാണ്. ഓഫ് റോഡൊന്നും പറയാനില്ല, ചെറിയ കൽവഴി അല്ല, വലിയ ഓഫ് റോഡൊന്നും പറയാനൊന്നുമില്ല. ജീപ്പൊക്കെ വളരെ നിസ്സാരമായിട്ട് കയറിപ്പോകും. കാരണം ശബരിമലയിലൊക്കെ നമ്മൾ പോയി വന്നുകൊണ്ട് ഇതൊക്കെ വെച്ച് നോക്കും, അതൊക്കെ വെച്ച് നോക്കും, വളരെ സിമ്പിൾ വഴിയാണിത്. വലിയ ഓഫ് റോഡൊന്നും പറയാനൊന്നുമില്ല. പക്ഷെ ഇവിടോട്ട് കയറി പോകുന്ന ഒരു ഏറിയയും കാഴ്ചയും വളരെ മനോഹരമാണ്. താഴെ അമ്പലത്തിൽ നിന്ന് രാവിലെ ഹരിനാരായണൻ്റെ പാട്ട് കേൾക്കുന്നുണ്ട്. താഴേന്ന് ആളോട്ട് ജീപ്പ് കയറി വരുന്നത്. ജീപ്പിന് എത്രയാണ് റേറ്റ് പറഞ്ഞേ? 700. അങ്ങനെ മൊത്തം 850. മുകളിലോട്ട് 500, താഴോട്ട് 350, ടോട്ടൽ 850 രൂപയാണ്. വലിയ ഇതൊന്നും ഇല്ലല്ലോ, വലിയ ഓഫ് റോഡൊന്നുമില്ല, വലിയ രാഷ്ട്രമൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ പ്ലാസ്റ്റിക് ഐറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ച് അതേപോലെ കൊണ്ടുപോകേണ്ടതാണ്. ഇവിടെ നിന്ന് ഉപേക്ഷിച്ചിട്ട് പോകരുത്. ഇവിടെ വരെ ഉള്ളൂ അപ്പോൾ ജീപ്പ്. അത് കഴിഞ്ഞാൽ കുറച്ച് നടന്ന് തന്നെ കയറണം. ഏകദേശം എത്ര മീറ്റർ നടന്ന് കയറി കാണും? അതന്നെ, നടന്ന് കയറിയതിന് ശേഷം പറയാം എത്ര കിലോമീറ്റർ നടന്ന് കയറാനുണ്ടെന്നുള്ളത്. നമുക്ക് പോകണം കൂടാ, എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ അല്ലേ അണ്ണാ? നമ്മൾ നടന്നു പോകുന്നവർ കുടിക്കാൻ കൊണ്ടിരുന്ന കുപ്പികൾ, അതുപോലെ തന്നെ ലേസ് പാക്കറ്റുകൾ, പ്ലാസ്റ്റിക് പാക്കറ്റുകൾ, ഇതൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ കയറി വരുന്നിടത്ത് എഴുതി വെച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒഴിവാക്കണമെന്ന്. പക്ഷേ വരുന്നവരെല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത്. കൊണ്ടുവരുന്നവർ കൊണ്ടുവരട്ടെ, പക്ഷേ തിരിച്ചു പോകുമ്പോൾ അതും തിരിച്ച് കൊണ്ടുപോകുന്നതല്ലേ നല്ലത്. താഴെ ഓൾറെഡി പ്ലാസ്റ്റിക് ഒക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി അവിടെ ഡ്രമ്മൊക്കെ വെച്ചിട്ടുണ്ട്. തിരിച്ചു പോയി കഴിഞ്ഞാൽ അവിടെ ഇട്ടാൽ മതി. പക്ഷെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന വളരെ മോശം പരിപാടിയാണ്. ഇവിടെ നിന്ന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ പൂഞ്ചിറ കാണാം. അതാണ് ഇല വീഴാത്ത പൂഞ്ചിറ. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ. ഉയരം കൂടുന്തോറും താഴ്വരയിലെ കാഴ്ചയും അവിടുത്തെ ഭംഗിയൊക്കെ കൂടിക്കൂടി വരികയാണ്. ഇവിടെ കയറി വരുന്ന വഴിയിലെങ്ങും ഒരു മരം പോലും ഇല്ല. മരമില്ലാത്തതുകൊണ്ട് തന്നെ ഇല വീഴത്തുമില്ല. എല്ലാം കുറ്റിച്ചെടികളും പുൽമേടുകളും മാത്രമാണ്. വളരെ മനോഹരമായ കാഴ്ചയാണ് മുകളിലോട്ട് എത്തും തോറും. അങ്ങനെ നോക്കടാ, നമ്മളങ്ങനെ മുകളിൽ പോലീസ് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇതാണ് ഏറ്റവും ടോപ്പ്. നമ്മൾ ആ സിനിമകളിലൊക്കെ കാണുന്ന ആ ഒരു ഏരിയയൊക്കെ അവിടെയാണ്. ഏത് നമ്മളങ്ങനെ ഹിൽ സ്റ്റേഷൻ്റെ ഏറ്റവും ടോപ്പിലെത്തിയിരിക്കുക.
ആരന്ത് ഇത് പഴയ വയർലെസ് സ്റ്റേഷൻ ആവും അല്ലേ? അത് പഴയ ഫസ്റ്റ് സ്റ്റേഷൻ. ഈ ഒരു ഹിൽ ടോപ്പിലേക്ക് കൊണ്ടുവന്ന് പ്ലാസ്റ്റിക് ഇടുന്ന പോലെയാണ് ചവിട്ടൻ. പ്ലാസ്റ്റിക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എടുത്തുകൊണ്ട് പോകാൻ മര്യാദ കാണിക്കാത്ത കുറേ ആവുമ്പോൾ ഫുള്ള് കാട് ഫുള്ള് പ്ലാസ്റ്റിക്. ഇവിടെ എല്ലാം ചെയ്ത് കുത്തിക്കലുണ്ട്, അതെല്ലാം പ്ലാസ്റ്റിക്. ഇലവീഴ പൂഞ്ചിറ എന്ന സിനിമയിൽ സോബിൻ വന്ന് നിൽക്കുന്ന ആ ഒരു സ്പോട്ടാണ്. അതിന് ശേഷമുള്ള ഈ ഒരു ഏരിയ ഫുള്ള് ആ സിനിമയിലുള്ളതാണ്. മെയിൻ കുറേ പോർഷൻസ് ആ സിനിമയിൽ ഇവിടുത്തെ ഈ ഏരിയയാണ്. അവരുടെ വയർലെസ് സ്റ്റേഷനാണ്. ഇതിൻ്റെ അകത്ത് അവർ അന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ച് മിക്സിങ് കാര്യങ്ങളൊക്കെ എപ്പോഴും ഇരിപ്പുണ്ട്. വീഡിയോ എടുത്തപ്പോൾ അത്ര ക്ലിയർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒഴിവാക്കിയത്. സിനിമയിലെ കുറേ ഭാഗങ്ങൾ ഉള്ള ആ ഒരു സ്ഥലങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ കുറേ അല്ലാതുള്ള സ്ഥലങ്ങളൊക്കെ വേറെ എവിടേക്കോ ആണ്, വേറെ ഏതോ സൈഡിലൊക്കെയാണ് എടുത്തിരിക്കുന്നത്. മലയുടെ ചരിവിലോട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ മനോഹരമായ കാഴ്ചയാണ്. താഴ്വരയിലെ വളരെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. ആ പുഴയൊക്കെ മലകളുടെ ഇടയിലോട്ടൊക്കെ കയറി കിടക്കുന്നുണ്ട്. വെള്ളം ഇങ്ങനെ മലയുടെ ഇടയിലൊക്കെ കയറി കിടക്കുന്ന കാണാൻ വളരെ മനോഹരമായ ഭംഗിയാണ്. കുറേ നേരം നമുക്ക് അവിടെ ഇരിക്കാൻ തോന്നും. പക്ഷേ രാവിലെ ആയതുകൊണ്ട് വലിയ ചൂടില്ല. പക്ഷേ ചൂടൊക്കെ വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ, വെയിലൊക്കെ നല്ലതായിട്ട് അടിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഒരു മരം പോലും ഇവിടെ ഇല്ല. മരമില്ലാത്തത് കൊണ്ട് തന്നെ തണലില്ല. ഇപ്പോൾ രാവിലെ ഒരു 7:30 സമയം, 8 മണി സമയമൊക്കെ ആയതുകൊണ്ട് നല്ല ഇളം ചെറിയൊരു കാറ്റൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അന്തരീക്ഷം അങ്ങനെ ചൂടായി തുടങ്ങിയിട്ടില്ല. ചൂടൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. രാവിലെ കയറി വന്ന് കാഴ്ചകൾ ആസ്വദിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കൂടെ നോക്കുമ്പം കട്ടണം. ഇലവീഴ പൂഞ്ചിറ സിനിമ കണ്ടിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ കുറച്ചുകൂടി ആസ്വാദകരമാകും ഇവിടുത്തെ കാഴ്ചകൾ. കാരണം ആ സിനിമയിലെ കുറേ സീനൊക്കെ എടുത്തിരിക്കുന്ന പ്രദേശങ്ങൾ, സ്ഥലങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ ആ സിനിമ കണ്ടിട്ട് വരുമ്പം ആ ഒരു സ്ഥലം കൂടി കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു വൈബ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ആ സിനിമ കണ്ടിട്ടാണ് വരുന്നതെങ്കിൽ കുറച്ചുകൂടി ആസ്വാദകരമായിട്ട് നമുക്ക് ഈ മലയും അവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ സിനിമയിൽ കാണിച്ചിരിക്കുന്ന എല്ലാ സീനും
ഈ ഒരു 9 ടൈമിൽ ഒരുപാട് ആളുകൾ മുകളിലോട്ട് കയറി പോകുന്നുണ്ട്. പക്ഷേ നല്ല രീതിയിൽ വെയിൽ ചൂടെടുക്കുന്നുണ്ട്. അവർ കുറച്ച് ബുദ്ധിമുട്ടും മുകളിൽ വരെ എത്തുമ്പോഴത്തേക്കിന്. എന്നാൽ ഇവിടെ വരെ വണ്ടിയുണ്ട്. ഏകദേശം ഒരു 300 മീറ്റർ മുകളിലോട്ട് നമുക്ക് നടന്നു കയറണം. 300-350 മീറ്റർ മുകളിലോട്ട് ജീപ്പ് വരുന്നതിന് മുകളിലോട്ട് നടന്ന് കയറാം. ജീപ്പ് വരുന്നിടത്ത് നിന്ന് ഏകദേശം 300-350 മീറ്ററോളം മുകളിലോട്ട് നടന്ന് കയറണം. ടോട്ടലി നമുക്ക് നടന്ന് കയറുകയാണെങ്കിൽ മെയിൻ റോഡിൽ നിന്നും ഒരു 1/2 കിലോമീറ്റർ 3/4 കിലോമീറ്റർ ഇടയ്ക്ക് വരും. നമ്മൾ രാവിലെ കയറിയതിനെ അപേക്ഷിച്ചപ്പോൾ നല്ല ചൂടാണ്. ഇപ്പം മല കയറാൻ പോകുന്നവർക്ക് നല്ല ചൂട്. പിന്നെ പ്രത്യേകിച്ച് ക്ലൗഡോ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഇല്ല തന്നെ ഇറക്കേണ്ടി വരും. തന്നെ എനിക്ക് ഇങ്ങോട്ട് വാ, ഷെയർ ചെയ്തില്ല. ഇതൊക്കെയുള്ള അതിലാണ് അവിടെ. നമ്മളങ്ങനെ ബ്രെഡ് ഓംലെറ്റ് കഴിച്ച് ക്ഷീണം മാറ്റാണ്. റൂമിൽ ഫുഡ് വേണമെന്നാണ് പറഞ്ഞത്. എന്നാലും വേണ്ടില്ല, ബ്രെഡ് ഓംലെറ്റ് കഴിച്ചേക്കാം. സോസ് ഉണ്ടോ ചേട്ടാ? കെച്ചപ്പ് ഉണ്ടോ? കെച്ചപ്പ് സോസ് തരാമോ? വിഷു വേണ്ടടാ. അതല്ല, അത് മതി. നല്ല മുളകുപൊടിയില്ലേ? കെച്ചപ്പ് പോയിട്ട് അത് കഴിക്കത്തില്ല. എന്നായി കച്ചപ്പൊക്കെ ഉണ്ടായത്. തിരിച്ച് റൂമിൽ പുട്ടും കടലയും വന്നു. പുട്ടും മുട്ടക്കറിയും വന്നിട്ടുണ്ട്. ഇനി റൂമിൽ പോയി പുട്ടും മുട്ടക്കറിയും കൂടി പിടുത്തം പിടിച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഇലവീഴ പൂഞ്ചിറയിൽ നിന്നും യാത്ര തിരിക്കുകയാണ്. അപ്പോൾ നമ്മളങ്ങനെ ഇലവീഴ പൂഞ്ചിറയിൽ നിന്ന് തിരിച്ച് യാത്ര തിരിക്കുകയാണ്. ഇനി നേരെ പുള്ളിക്കാനത്തിലോട്ടാണ് ഇനി വിടുന്നത്. വാഗമൺ പുള്ളിക്കാനം. ഇലവീഴ പൂഞ്ചിറയിലെ കാഴ്ചകളെല്ലാം ഇവിടെ അവസാനിക്കുകയാണ്. സമയം 11:30. ഏകദേശം 1 മണിക്കൂർ യാത്ര ഉണ്ട്. ഇനി പുള്ളിക്കാനത്തെത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. നമ്മളങ്ങനെ രാത്രി വന്ന് വണ്ടി പാർക്ക് ചെയ്ത് ഇവിടെ ആയിരുന്നു. ഇവിടെ പാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ നടന്നാണ് നമ്മുടെ റൂമിലോട്ട് പോയത്. ഏകദേശം 10 മണി ടൈമിലായിരുന്നു നമ്മൾ വന്നത്. അങ്ങനെ നമ്മൾ തിരിച്ച് പുള്ളിക്കാനത്തോട് യാത്ര ചെയ്തിരിക്കുകയാണ്. ഇനിയുള്ള യാത്രകളും വിശേഷങ്ങളും എല്ലാം അങ്ങ് പുള്ളിക്കാനത്തെത്തിയതിനു ശേഷം ഞങ്ങളുടെ കൂടെ അമ്പാടിജി ഉണ്ടായിരുന്നു യാത്രയ്ക്ക്. അമ്പാടിജി തിരിച്ചു വരണം. നമ്മൾ ഈ റോഡിൽ ഇറങ്ങിയപ്പോഴത്തേനും ഒരുപാട് വണ്ടികൾ, ഒരുപാട് ആളുകൾ. അപ്പോൾ ഈ സമയത്തൊക്കെ മലമുകളിൽ ഒരുപാട് യാത്രക്കാർ, സഞ്ചാരികൾ വന്നിട്ടുണ്ട്. പക്ഷേ രാവിലെ സമയത്തൊന്നും ഇത്രയും തിരക്കില്ലായിരുന്നു. പക്ഷേ ഏറ്റവും നല്ല കാഴ്ചാനുഭവം കിട്ടുന്നത് വെളുപ്പിനെ വരുന്നതാണ്. നമ്മൾ ഇലവീഴ പൂഞ്ചിറ, അവിടെയാണ് മല, ഹിൽ ടോപ്പ് അവിടെയാണ്. നമുക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ റോഡൊക്കെ കാണാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ ഇലവീഴ പൂഞ്ചിറയിലെ വിശേഷങ്ങളോടെ നിർത്തുകയാണ്. അപ്പം വീഡിയോ കണ്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്യാത്തവരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ടാറ്റ.